ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ ആൻഡ്. ഇന്ന് നമ്മൾ നോക്കുന്നത് കാജ എന്ന് പറയുന്ന ലക്ഷദ്വീപിലെ കല്യാണ വീടുകളിൽ ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് കുറച്ചധികം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നിക്കാഹ് കഴിഞ്ഞ ഇടം തന്നെ പലഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരുപാട് വെറൈറ്റി പലഹാരങ്ങൾ കൊടുത്തു വിടും, കുറച്ചധികം തന്നെ കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇപ്പോൾ ചെയ്യാൻ വീട്ടിലുള്ളവരും അയൽവാസികളും ഒക്കെ കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമില്ല, എല്ലാം കൂടി ചെയ്യുന്നത് അയൽവാസികളും കുടുംബക്കാരൊക്കെ തന്നെയാണ്. ഇപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് മഞ്ഞ കളറും പിന്നെ കുറച്ച് ഉപ്പും കൂടി നേരത്തെ മിക്സ് ചെയ്ത് വെച്ച്, പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലും മൈദ മാവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് വരുന്നത് വരെ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അധികമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനതിൻ്റെ ഇപ്പോൾ അളവും കാര്യങ്ങളൊന്നും പറയാത്തത്. ഇത് കുറച്ച് അധികമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്ക് ഉരുട്ടിയെടുക്കുന്ന പോലെ ഉരുട്ടിയെടുക്കുക. പിന്നെ അത് ചപ്പാത്തി കണക്കിന് തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്ത് നന്നായിട്ട് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മൈദാമാവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് വീണ്ടും മുകളിലേക്ക് ചപ്പാത്തി വെച്ച് കൊടുക്കുകയാണ്. ആ ചപ്പാത്തിക്ക് മുകളിലും വീണ്ടും നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ്, ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കണ്ട പോലെ ഉരുട്ടിയെടുക്കുക. പിന്നെ അത് ഓരോ ഇഞ്ചാക്കിയിട്ട് 1 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് അത് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ എണ്ണയിൽ ഇട്ട് വറുത്ത് കോരുമ്പോഴത്തേക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലെയറുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതേ ചൂടോടെ തന്നെയാണ് ഇതിലേക്ക് പഞ്ചസാരപ്പൊടിയാണ് ഇങ്ങനെ വിതറി കൊടുക്കുന്നത്. ചെറിയ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാജ പെട്ടെന്ന് തന്നെ റെഡിയായില്ലേ. ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ.